ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്ന മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒറ്റപ്പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജാഗരം എന്ന് പറയുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ, തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടിയാണ് തിരുവടി. അടുത്ത ക്വസ്റ്റ്യൻ, കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം ശരിയാണ്. അതായത് വഞ്ചിക്കുക, ഉയർച്ച തടയുക, വഞ്ചിക്കുക, ഉയർച്ച തടയുക, ഇത് കുതികാൽ വെട്ടുക എന്ന പ്രയോഗമാണ്. അടുത്ത, പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയെ ഏതാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് വൈദ്യർ. താഴെ കൊടുത്തിട്ടുള്ളവയെ തെറ്റായ പദം എന്ന് പറയുന്നത്, തെറ്റായ പദം ആദരാഞ്ജലിയാണ് തെറ്റായ പദം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീതം. പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീതമാണ് അർവാചീനം. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദമാണ് നിധനം എന്ന് പറയുന്നത്. വിഗ്രഹാർത്ഥം എഴുതാനാണ് ചോദിച്ചത്. പാദപങ്കജം എന്ന് വെച്ചാൽ പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നതിൽ നിന്ന് എടുത്തെഴുതുക. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്തെഴുതുക. കടൽ പ്ലസ് പുറം കടപ്പുറം. അപ്പോൾ ഒന്ന്, ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി, തിരു പ്ലസ് അടിയാണ്. കുതികാൽ വെട്ടുക, വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണം വൈദ്യ. താഴെ കൊടുത്തിട്ടുള്ളത് തെറ്റായ പദം ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീതം അർവാചീനം. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം നിധനമാണ്. അപ്പം മഞ്ഞ് എന്ന അർത്ഥം വരുന്ന പദം നീഹാരം, തുഷാരം, തുഹിനം. നീഹാരം, തുഷാരം, തുഹിനം. വിഗ്രഹാർത്ഥം പാദമാകുന്ന പങ്കജമാണ് പാദപങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് റേസ്. മെല്ലെ തിന്നാം മുള്ളും തിന്നാം. ചേർത്തെഴുതുക. കടൽ പ്ലസ് പുറം കടപ്പുറം. ഓക്കെ ഫ്രണ്ട്സ്.